നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡ് പിറന്നിരിക്കുന്നു. സാക്ഷാൽ യുവരാജ് സിംഗിൻ്റെ റെക്കോർഡ് തകർത്തിരിക്കുന്നു. യുവരാജ് മാത്രമല്ല, മറ്റ് ചിലരൊക്കെ കൈയടക്കി വച്ചിരുന്ന T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ ഓരോ ഓവറിൽ ഏറ്റവും അധികം റൺസ് അടിച്ച റെക്കോർഡ് 36 റൺസിൻ്റെ റെക്കോർഡ് ഇപ്പോൾ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. സമോവയുടെ ബാറ്ററാണ് ആ ഒരു റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഡാരിയൂസ് വീസർ സമോവയ്ക്ക് വേണ്ടി പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു. വനവാത്തുവിനെതിരെ നടന്ന മത്സരത്തിലാണ് ഈ ഒരു 39 റൺസിൻ്റെ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. മത്സരം ICC വേൾഡ് കപ്പ്, ICC മെൻസ് T20 വേൾഡ് കപ്പ് സബ് റീജിയണൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ എ മാച്ചിലാണ് ഇങ്ങനെയുള്ളൊരു പ്രകടനം. വീസർ 15ാമത്തെ ഓവറിലാണ് ഇങ്ങനെ അടിച്ച് പരത്തിക്കൊണ്ട് പുതിയ റെക്കോർഡിലേക്ക് കടന്നത്. വനവാത്തുവിൻ്റെ സ്വീമറായിട്ടുള്ള നാലിൻ നിപ്പിക്കോക്കിനാണ് ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം 3 നോബോൾ കൂടി എറിഞ്ഞു എന്നതുകൂടി ശ്രദ്ധിക്കുക. ഈ ഓവറിൽ വീസർ ആദ്യത്തെ 3 ഡെലിവറീസ് സിക്സറിലേക്ക് പറത്തി. ദെൻ അടുത്തതായിട്ട് 4th ലീഗൽ ഡെലിവറിയിൽ അടുത്ത സിക്സർ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് നോബോൾ വന്നിട്ടുണ്ട്. 5th ഡെലിവറി ലീഗൽ ഡെലിവറി ഡോട്ട് ബോൾ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത നോബോൾ അദ്ദേഹം വീണ്ടും സിക്സറിന് പറത്തി. വീണ്ടും ഒരു സിക്സർ കൂടി അടിച്ച് പറത്തിക്കൊണ്ടാണ് ഒടുവിൽ ഈ ഒരു റെക്കോർഡിലേക്ക് കടന്നത്. അദ്ദേഹം അവർക്ക് വേണ്ടി, സമോവയ്ക്ക് വേണ്ടി സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരമായിട്ട് മാറുകയും ചെയ്തു. 14 സിക്സറുകളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ നിന്ന് പിറന്നിരിക്കുന്നത്. 62 പന്തിൽ നിന്ന് 132 റൺസ് അദ്ദേഹം അടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു റെക്കോർഡിൻ്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കുക. 39 റൺസ് ഡാരിയസ് വീസർ. ആദ്യം 3 പന്തുകൾ 6, പിന്നെ നോബോൾ, പിന്നെ 6, പിന്നെ നോബോൾ, 2 6. ഇങ്ങനെയാണത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പിറക്കുന്നത്. നാലിൻ നിപ്പിക്കോവിനെതിരെ അടിച്ചതാണ് ഇപ്പോൾ റെക്കോർഡ്. നേരത്തെ ഉണ്ടായിരുന്ന 36 റൺസിൻ്റെ റെക്കോർഡ് യുവരാജ് സിംഗ് 6 സിക്സർ T20 വേൾഡ് കപ്പിൽ ഇംഗ്ലീഷ് പേസർ സ്റ്റുവർട്ട് ബ്രോഡിനെതിരെയാണ് 6 സിക്സർ അടിച്ചുകൊണ്ട് ആദ്യം ഈ റെക്കോർഡ് ഇടുന്നത്. പിന്നെ കിരൺ പൊലാദ് അഖില ധനഞ്ജയക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ശ്രീലങ്ക മത്സരത്തിൽ 2021 ആൻറ്റിഗയിൽ വെച്ച് ഇത് ആവർത്തിച്ചു. 6 സിക്സറുകൾ അടിച്ചു. പിന്നാലെ നമ്മൾ കണ്ട റെക്കോർഡ് രോഹിത് ശർമ്മയും റിങ്കു സിംഗും കൂടി ഇതുപോലെ കരീം ജനത്തിനെതിരെ 36 റൺസ് അടിക്കുന്നതാണ്. ഇന്ത്യ വേഴ്സസ് അഫ്ഗാൻ മത്സരത്തിൽ ബംഗളൂരുവിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ആദ്യ പന്ത് നോബോൾ 4 അടിച്ചു, പിന്നെ 2 സിക്സറുകൾ അടിച്ചു രോഹിത്. ഒരു സിംഗിൾ എടുത്തിട്ട് രോഹിത് സ്ട്രൈക്ക് റിങ്കുവിന് കൈമാറുന്നു. റിങ്കു അടുത്ത 3 പന്തുകൾ സിക്സർ അടിക്കുന്നു. അങ്ങനെയാണ് അതെന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിൽ അന്ന് പിറന്നത് ആ ഓവറിൽ, കരിഞ്ചനത്തിൻ്റെ ഓവറിൽ പിറന്ന 36 റൺസാണ്. അതുപോലെ തന്നെ ദീപേന്ദർ സിംഗ് ഐറി കമ്രാൻ ഖാനെതിരെ നേപ്പാൾ വേഴ്സസ് ഖത്തർ മത്സരത്തിൽ ഇതുപോലെ 6 സിക്സറുകൾ അടിച്ച് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സംഭവിക്കുന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ്. നിക്കോളാസ് പൂളൻ അസ്മത്തുള്ള ഒമർസായിക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ 2024 ജൂണിൽ ഇതുപോലെ ആഞ്ഞടിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അന്ന് വന്നത് നോബോളിൽ സിക്സർ, പിന്നെ 4 വൈഡുകൾ പിറക്കുന്നു, പിന്നെ അതിനുശേഷം 4 വരുന്നു, അതുപോലെ ലെഗ് ബൈ 4 വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അന്ന് നിക്കോളാസ് പൂറൻ്റെ ആ ഒരു 36 വരുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. ICC ഇൻ്റർനാഷണൽ മെൻസ് T20യിൽ ഓരോ ഓവറിൽ 39 റൺസ് അടിച്ചുകൊണ്ട് ഡാരിയസ് വീസർ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.